നമ്മൾ ഇന്ന് ടാരോ കാർഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഏത് കാർഡാണ് ഫസ്റ്റ് കിട്ടുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്താണ് ഇവിടെ ഇരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കാർഡ് തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പറയാം. ഈ ഒരു കാർഡ് പറയുന്നത് നിങ്ങളിപ്പോൾ അണിഞ്ഞൊരുങ്ങിയിട്ട് എങ്ങോട്ടാ പോകാൻ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്നൊക്കെ ഈ കാർഡ് മുന്നറിയിപ്പ് തരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എങ്ങോട്ടും പോകാൻ എത്തുന്നില്ല കേട്ടോ. നിങ്ങൾ എങ്ങോട്ടും നിങ്ങൾ പോകില്ല എന്നാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ലാസ്റ്റ് ആണ് കിട്ടിയിരിക്കുന്നത് ഒരു ജിറാഫ് ഒരു പെൻസിലിൽ ഒരാളെ കുത്താൻ നോക്കുന്ന പോലെയാണ്. അമ്പലത്തിലും പിന്നെ നിങ്ങൾ ബീച്ചിലൊക്കെ പോകാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അങ്ങോട്ട് എത്താൻ പോകുന്നില്ല എന്നൊക്കെ ഇവിടെ കിട്ടിയിരിക്കുന്നുണ്ട് നമുക്ക്. നിങ്ങൾ താഴെ ഇരുന്നിട്ട് എന്തോ ഒരു വിഷമത്തിലുണ്ട്. ചിലവർ വിഷമത്തിലുണ്ടാവും, ചിലവർ സങ്കടത്തിലുണ്ടാവും എന്നാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അവസാനത്തെ കാർഡ് ഇതാണ് കേട്ടോ. ഈ കാർഡ് നമ്മളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ തളരരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു കാർഡ് നിങ്ങൾ ശക്തിയോടെ നിൽക്കണം എന്ന് പറയുന്നുണ്ട് ഈ ഒരു കാർഡ്. നിങ്ങളിനെ ആരുടെ മുമ്പിലും വിഷമിച്ച് നിൽക്കരുത് എന്നൊക്കെ ഈ കാർഡ് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ രണ്ടാമത്തെ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ കാർഡ് നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തന്നത് മാത്രമാണ്. ഇനി നടക്കുന്നവർക്ക് ഈ കാർഡാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഫസ്റ്റ് ആയിട്ട് ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. എൻ്റെ വ്യൂവേഴ്സിനെന്ത് പറ്റി പ്ലീസ്? അവർ സന്തോഷത്താണ് സങ്കടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ കുറച്ച് കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി കാർഡ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. എൻ്റെ വ്യൂവേഴ്സ് എന്തിനാണ് ഇപ്പോൾ ഉള്ളത്? സങ്കടത്തിലാണോ സന്തോഷത്തിലാണോ ഉള്ളത്? പ്ലീസ് മദർ യൂണിവേഴ്സ് അപ്പോൾ ഇവിടെ നിന്നത് മെയിൻ കാർഡ് ഏതാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. മെയിൻ കാർഡ് വന്നിരിക്കുന്നു നമുക്ക്. മെയിൻ കാർഡ് വന്നിരിക്കുന്നു കേട്ടോ നമുക്ക്. ഈ കാർഡുകൾ നമുക്ക് ആവശ്യമില്ല. ഈ 3 കാർഡും നമുക്ക് ആവശ്യമില്ല. നമുക്കത് മാറ്റി വെക്കാം കാർഡ്സൊക്കെ. ലാസ്റ്റ് വേണം നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇത് മുന്നറിയിപ്പിൻ്റെ കാർഡാണ് കേട്ടോ. നമുക്ക് ഇനി ഇത് മെയിൻ കാർഡ്, ഇതിൽ നിന്ന് ഒരു കാർഡ് കൂടി മെയിൻ കാർഡ് ആക്കേണ്ടി വരും നമുക്ക്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കാർഡിന് ഇന്ന് തിരഞ്ഞെടുക്കുന്നുണ്ട്. പ്ലീസ് മദർ യൂണിവേഴ്സ് മെയിൻ കാർഡ് ഈസ് അപ്പോൾ നമുക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട് മെയിൻ കാർഡായിട്ട്. ബാക്കി 2 കാർഡും നമുക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം. പിന്നെ നമുക്കൊരു മുന്നറിയിപ്പ് ഈ ഒരു ആന തന്നിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും ആരുടെ മുമ്പിൽ തളർന്ന് നിൽക്കരുത് എന്നൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഈ ആന നിങ്ങളുടെ അടുത്ത് അപേക്ഷിച്ച് പറയാണ്, നിങ്ങൾ ആരുടെ മുമ്പിലും മുട്ടുകുത്തരുതെന്ന് പറയുന്നുണ്ട് നമ്മളുടെ ആന. അടുത്ത കാർഡ് വന്നിട്ടിരിക്കുന്നത് ഞാനിത് വായിച്ചിട്ട് പറയാം കേട്ടോ. ഇതിൻ്റെ ബാക്കിലാണ് എല്ലാം എഴുതിയിട്ടുള്ളത്. നിങ്ങൾ ആരുടെ മുമ്പിൽ തളർന്ന് നിൽക്കരുത്. നിങ്ങൾ ഒരിടത്ത് നിന്ന് മറ്റൊരു ഇടത്തിലേക്ക് പോകാൻ
നിങ്ങൾ തിരക്ക് കൂട്ടരുത് എന്നാണ് ഈ കാർഡ് പറയുന്നത്. അടുത്ത കാർഡാണിത്. നമുക്കിത് വായിച്ചു നോക്കാം എന്താ ഈ കാർഡ് പറയുന്നത് എന്ന്. അടുത്ത കാർഡ് പറയുന്നത് നിങ്ങൾ ആരെ പേടിച്ചിട്ട് നിങ്ങൾ ഭയന്നിട്ടും ബാക്കിലോട്ട് നിങ്ങൾ നോക്കരുത്. ബാക്കിലോട്ട് നോക്കിയാൽ നിങ്ങൾ ബാക്കിലോട്ട് പോകേണ്ടി വരും. നിങ്ങൾ മുമ്പിലോട്ട് മാത്രം ശ്രദ്ധിച്ചു പോകുക എന്ന് കിട്ടിയിട്ടുണ്ട്. മൂന്നാമത്തെ കാർഡാണ് ഇത്. നിങ്ങൾ ഒരിടത്തേക്ക് പറന്നു പോവുകയാണ്. നിങ്ങൾക്ക് നടക്കേണ്ട ശക്തി പോയി. എന്നിട്ട് നിങ്ങൾക്ക് പറക്കേണ്ട ശക്തി കിട്ടിയിരിക്കുന്നു. കൂടാതെ നിങ്ങൾക്കൊരു കൊമ്പ് കിട്ടിയിരിക്കുന്നു എന്നൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അടുത്ത കാർഡ് ഇതാണ്. നിങ്ങളിപ്പോൾ ബാക്കിലോട്ടൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളിപ്പോൾ ബാക്കിലോട്ടാണ് നടക്കുന്നുള്ളത്. നിങ്ങൾക്ക് മുമ്പിലോട്ടുള്ള ശക്തി കുറഞ്ഞു വന്നപ്പോൾ നിങ്ങൾ ബാക്കിലോട്ട് നോക്കിയിട്ട് ബാക്കിനെ കുറച്ച് ചിന്തിച്ചിട്ട് നിങ്ങൾ പോവുകയാണ്. അഞ്ചാമത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് ഇതാണ് കേട്ടോ. നിങ്ങൾ ബാക്കിനെ കുറച്ച് ചിന്തിച്ചിട്ട് നിങ്ങൾ ബാക്കിലോട്ട് തന്നെ ഓടിപ്പോവുകയാണ്. നിങ്ങൾ ഒന്നിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ല. രണ്ടാമത്തത്, നിങ്ങൾക്ക് ഇപ്പോൾ സങ്കടം വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ബാക്കിലോട്ട് ചിന്തിക്കരുത് എന്ന് പറഞ്ഞു, പക്ഷേ നിങ്ങൾക്ക് മുമ്പിലോട്ട് ഇപ്പോൾ പോകാൻ കഴിയില്ല. നിങ്ങളിപ്പോൾ ജയിലിട്ട പോലെയാണ് ഇവിടെ ഉള്ളത്. പിന്നത്തെ കാർഡ് എത്തിയിരിക്കുന്ന ഇതാണ്. നിങ്ങൾ എന്താണ് ഓണെന്ന് വെച്ചിട്ട് എനിക്ക് കഴിയുന്നത് ഞാനത് ചെയ്തിരിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ ബാക്കിലോട്ട് നോക്കിയിട്ട് ബാക്കിൻ്റെ അടുത്ത് പറയാണ്, ഞാൻ എൻ്റെ അടുത്തേക്ക് ഒരിക്കലും വരില്ല, ഞാൻ എൻ്റെ സ്വന്തം സ്ഥലത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മുമ്പിലോട്ട് നടന്നു പോവുകയാണ് എന്നാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കാർഡ് മൊത്തം തീർന്നിട്ടുണ്ട് പറഞ്ഞിട്ട്. മൂന്നാമത്തെ കാർഡ്സാണ് ഇതൊക്കെ. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. പ്ലീസ് മദർ യൂണിവേഴ്സ് ഏത് കാർഡാണ് പിന്നെ കിട്ടുന്നത്? പ്ലീസ് പ്ലീസ് പ്ലീസ്. ടാരറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. മൈ കാർഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് ആ കാർഡ്സൊക്കെ ഞാൻ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇതിൽ മെയിൻ കാർഡ് ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്വന്തം കാര്യവും പിന്നെ നിങ്ങളുടെ സ്വന്തം ജോലി എല്ലാം മറന്നു വെച്ച് പോവുകയാണ് എന്നാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. പിന്നെ നിങ്ങളിപ്പോൾ മുമ്പിലേക്ക് തുടർച്ചയായി നടക്കുന്നുണ്ട്. നിങ്ങളിനി വിജയിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് കിട്ടുന്നത് ഇവിടെ. എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ തിരിച്ച് കൊമ്പ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളിനി പറന്ന് നടക്കും എന്നാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഒടുവിൽ നിങ്ങളുടെ ചിറക് മുറിഞ്ഞു പോയിട്ടിരിക്കുന്നു. പക്ഷേ നിങ്ങൾ ഭയങ്കര ചിന്തിക്കുന്നുണ്ട്, അയ്യോ ഞാനെന്ത് ചെയ്യും? ബാക്കിലോട്ട് നോക്കിയിട്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, അയ്യോ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കൊമ്പ് ഒഴിഞ്ഞു പോയിരിക്കുന്നു എന്ന്. മൂന്നാമത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ ഓടി നിങ്ങൾ മുമ്പിലേക്ക് പോകുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് പറക്കേണ്ട ശക്തി കിട്ടിയിട്ടില്ല ഇതുവരെ. നിങ്ങളിപ്പോഴും നടന്നുകൊണ്ടാണ് പോകുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഓട്ടക്കാരുടെ കാളിലും സ്പീഡ് കിട്ടിയിട്ടാണ് നിങ്ങളിവിടെ പോകുന്നത് എന്ന് കിട്ടിയിട്ടുണ്ട്. അടുത്ത നമുക്ക് ഇതൊന്ന് നോക്കാം. ഇതിൽ ആരാണ് നഷ്ടമാകുന്നത് നമുക്ക് നോക്കാം. അവരെടുത്ത് നമുക്കൊന്ന് മെയിൻ കാർഡ് ആരാവും പ്ലീസ് മദർ യൂണിവേഴ്സ്. മെയിൻ കാർഡ് ആരാണ് മദർ യൂണിവേഴ്സ്. മെയിൻ കാർഡ് നമ്മുടെ പാണ്ടക്കുട്ടന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പാണ്ടേനെ വെച്ചിട്ടുണ്ട്. മൂന്നാമത് കിട്ടിയിരിക്കുന്ന ഇതാണ് മെയിൻ കാർഡാണ് ഈ പാണ്ട. നമുക്കത് മാറ്റി വെക്കാം. എന്നിട്ട് ജിറാഫിനെ അവിടെ വെക്കാം. അപ്പോൾ നമുക്ക് പാണ്ടേനെ നോക്കാം. ഈ ഒരു പാണ്ട പറയുന്നത്, അയ്യോ നിങ്ങൾ അങ്ങോട്ടൊന്നും പോകരുത്, നിങ്ങൾ എൻ്റെ ഒപ്പം മാത്രം നിൽക്കണം, എൻ്റെ സത്യത്തോടൊപ്പം നിന്നാൽ നിങ്ങൾക്ക് 8 മലയെങ്കിൽ കടന്നു പോകാമെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കാർഡൊന്ന് തീർന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത കാർഡ് എടുത്തു നോക്കാം. അയ്യോ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ശരീരത്തേക്ക് മുള്ള് തെറിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ കരയുന്ന ഒരു അവസ്ഥയിലാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നമ്പേഴ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്.
അത് നമുക്കൊക്കെ വായിക്കാം. നമ്മുടെ മെയിൻ കാർഡ്സിലും പിന്നെ നമ്മുടെ ഈ ഒരു കാർഡ്സിലൊക്കെ നമ്പറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ആദ്യം തന്നെ വന്നിരിക്കുക 1 1 വന്നിട്ടുണ്ട്, 1 കിട്ടിയിട്ടുണ്ട്, 3 കിട്ടിയിട്ടുണ്ട്, നമുക്ക് 4 കിട്ടിയിട്ടുണ്ട്, 4 കിട്ടിയിട്ടുണ്ട്, പിന്നെ ഒരു 10 കിട്ടിയിട്ടുണ്ട്, 11 കിട്ടിയിട്ടുണ്ട്, നമുക്ക് 8 കിട്ടിയിട്ടുണ്ട്, 9 കിട്ടിയിട്ടുണ്ട്, 9 കിട്ടിയിട്ടുണ്ട്, പിന്നെ 10 കിട്ടിയിട്ടുണ്ട്. ഇതും 10 ആണ് കേട്ടോ, ഇത് 10 ആണ്. പിന്നെ ഒരു 10 കിട്ടിയിട്ടുണ്ട്, നമുക്ക് 14 കിട്ടിയിട്ടുണ്ട്, 15 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി നമ്പേഴ്സ് ഉണ്ട്. 8, 18, 19 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, 14 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, 10 5 പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ടാറ്റാ ബൈ ബൈ, സീ യു, ഗുഡ് ബൈ.